ഒരു പരിപ്പ് വടയിൽ നിന്നാണ് ഞാൻ മലയാള സിനിമയിലെ പാട്ടെഴുത്തുകാരനായത്. ചെറുപ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിലേക്ക് ഒരു പ്യൂൺ അപ്പുക്കുട്ടൻ നായർ ഒരു മെമ്മോ ആയിട്ട് വന്നു. ബുധനാഴ്ച ഒരു ബെനിഫിറ്റ് ഷോ കളിക്കാൻ പോകുന്നുണ്ട് എൻ്റെ നാട്ടിലെ തിയേറ്ററിൽ. 40 പൈസ കൊടുക്കുന്നവർക്ക് സിനിമയ്ക്ക് പോവാം. അക്കാലത്ത് 40 കാശുണ്ടെങ്കിൽ 40 പൈസ ഉണ്ടെങ്കിൽ, അക്കാലത്ത് എന്ന് പറഞ്ഞാൽ ചരിത്രാതീത കാലമൊന്നുമല്ല, 70s ഞാൻ പറയുന്നത്. 40 പൈസ കയ്യിലുണ്ടെങ്കിൽ ഒരു നേരം വീട് പുലരും. അപ്പോൾ എനിക്ക് 40 പൈസ ചിന്തിക്കാൻ പറ്റില്ല. 25 പൈസ ടിക്കറ്റിനും 15 പൈസ ചായയ്ക്കുമാണ്. പക്ഷേ സിനിമ കാണാൻ കൊണ്ടുപോകുന്ന ദിവസം അമ്മ എനിക്ക് 25 നായ പൈസ തന്നു, ടിക്കറ്റിൻ്റെ പണം. ഏതോ അയൽവക്കത്തെ അമ്മച്ചിയുടെ ഒരു സുഹൃത്തിനോട് കടമായി തന്നാണ്. പിന്നോട് പറഞ്ഞു, നീ സിനിമ കണ്ടോളൂ, കാപ്പി കുടിക്കണ്ട, കാരണം അതിന് 15 പൈസ കൂടി വേണം. സ്കൂളിൽ ചെല്ലുന്നു. ടീച്ചറുടെ കയ്യിൽ ഞാൻ ഈ കാശ് കൊടുത്തു, ഞാനുണ്ട് സിനിമയ്ക്ക് എന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, 25 പൈസയുള്ളവരെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, 40 പൈസയാണ് എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കാപ്പി കുടിക്കേണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ തൊട്ടടുത്ത ക്ലാസ്സിലെ ഹെഡ് മാസ്റ്ററോട്, സർ, ഒരു കുട്ടി 25 പൈസ തന്നിട്ടുണ്ട്, ഈ കുട്ടിയെ സിനിമയ്ക്ക് കൊണ്ടുപോകാമോ? മാസ്റ്റർ, അവനും പോന്നോട്ടെ. ദൈവം അവിടെ ഹെഡ് മാസ്റ്ററുടെ തലയിൽ കയറിയിരുന്നാണ്. അങ്ങനെ സിനിമ തുടങ്ങി. ഇൻ്റർവെല്ലായി. ഇടവേള എന്ന് കണ്ടപ്പോൾ മാഷന്മാരുടെ ഈ ഡോറിലുള്ളൊരു വിളിയാണ്, കാപ്പിക്ക് കാശ് കൊടുത്തോളൂ, വന്നോളൂ, പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. അങ്ങനെ കാശ് കൊടുക്കാത്ത ചില ജീവികൾ ഈ തിയേറ്ററിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം കാപ്പി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം, ഈ പരിപ്പിൻ്റെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയും ഒരു മണം ഈ തിയേറ്ററിൻ്റെ അകത്തേക്ക് വന്നു. അന്ന് മോഹിച്ചു ഞാൻ, ഒരു കഷ്ണം പരിപ്പ് വട കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഗാനങ്ങൾ എഴുതാമായിരുന്നു എന്ന് ജയൻ പറഞ്ഞ മാതിരിയല്ല പറഞ്ഞത്, മോഹിച്ചതാണ്. ഈ മാഷന്മാരാരെങ്കിലും ആ കുട്ടികളെ വരൂ, കാശ് കൊടുക്കാൻ ഗതിയില്ലാത്തവർ വന്നോളൂ, ഒരു പരിപ്പ് വട കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് സിനിമ പാട്ടെഴുത്തുകാരനായിട്ടുണ്ടാവില്ല.